പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വി ടി രാജശേഖരനെ കുറിച്ചുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു അവതരണമാണ് പ്രഭാകരേട്ടൻ നടത്തിയത്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. കീഴാള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ യഥാർത്ഥത്തിൽ ജാതിയെക്കുറിച്ചുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ജാതിയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ എല്ലായ്പ്പോഴും ജാതി പീഡനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിട്ടാണ് മാറുക പതിവ്. മറിച്ച് അതൊരിക്കലും സമുദായങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് വി ടി രാജശേഖരനെ പോലെയുള്ള എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും. അതുപോലെ നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. അംബേദ്കറെ പോലെയുള്ള ചിന്തകരുണ്ട്, എഴുത്തുകാരുണ്ട്, ഭരണ നേതൃത്വം വഹിച്ചിരുന്ന ആളുകളുണ്ട്, തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് കീഴാള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കീഴാള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായും അത് ദേശീയതയുടെ വിമർശനമാണ്. ദേശീയതയുടെ വിമർശനമല്ലാതെ മറ്റൊന്നുമല്ല കീഴാള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദേശീയതയുടെ വിമർശനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്? നമ്മുടെ ഭരണഘടന എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ എല്ലാ പോരായ്മകളെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ഭരണഘടന സമുദായങ്ങളെ ആത്യന്തികമായി അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സമുദായങ്ങളെ അംഗീകരിക്കുന്നു എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, മറിച്ച് സംവരണം പോലെയുള്ള ചില കാര്യങ്ങൾ, റീജിയണലായ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ചില റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ, സമുദായങ്ങൾ, മതവിഭാഗങ്ങൾ, പ്രദേശങ്ങൾ, വിവിധ സംസ്ഥാനങ്ങൾ, ഇതൊക്കെ ഒരു ഭരണഘടന എന്ന രീതിയിൽ നാം അംഗീകരിക്കുന്ന എൻറ്റിറ്റികളാണ്, ചില വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങൾക്കൊക്കെ ഒരു പരിഗണന നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നാം സാധാരണ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൗരനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഭരണഘടനയ്ക്കുള്ളിലുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പൗരനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന പൗരൻ എന്ന് പറയുന്നതിൽ ഒതുക്കി നിർത്താവുന്ന വളരെ യാന്ത്രികമായ ഒരു സംവിധാനമല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ നിലവിലുണ്ടായിരുന്ന സമുദായങ്ങളുടെ വലിയ തോതിലുള്ള സമരങ്ങൾക്കിടയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആശയം തലം രൂപം കൊള്ളുന്നത്. ഈ ആശയതലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു സമുദായങ്ങളുടെ ഒരു പ്രാതിനിധ്യവും സമുദായങ്ങളുടെ ഒരു പ്രതിനിധിയുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പുതിയ കാലത്ത് ഭരണഘടനയിൽ നിന്ന് സമുദായങ്ങളുടേതായിട്ടുള്ള സാധ്യതകൾ, സമുദായങ്ങളുടേതായിട്ടുള്ള പ്രാതിനിധ്യം തുടങ്ങിയ കാര്യങ്ങളെ പല തരത്തിലെടുത്തു കളയാനുള്ള നീക്കങ്ങളാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള നീക്കമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വെറുതെ യാന്ത്രികമായ ഒരു പൗരൻ, ഒരു സാധാരണ പൗരനായിട്ട്, ഒരു തരത്തിലുള്ള കെട്ടുപാടുകളില്ലാത്ത പൗരനാക്കി ഇന്ത്യൻ പൗരന്മാരെ മാറ്റാനുള്ള ശ്രമമാണ് സമുദായങ്ങളുടെ ലോജിക്കിനെ, അതിൻ്റെ യുക്തിയെ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാം കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈഴവ സമുദായം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടത്തോട്, ഇന്ത്യൻ ദേശീയതയോട് തങ്ങളുടെ താല്പര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് എന്നാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചൊരു കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ ഞാൻ പഠിച്ച മറ്റൊരു കാര്യം, അത് ഇന്ത്യയിലെ ഈഴവ സമുദായം മാത്രമല്ല, ദളിതരായിട്ടുള്ള വിഭാഗങ്ങൾ ദേശീയതയുമായി ഒരു വലിയ ശാക്തിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ദളിതർ മാത്രമല്ല, മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഭരണകൂടത്തോട്, ഇന്ത്യൻ ദേശീയ മനസ്സിനോട്, ഇന്ത്യൻ ദേശീയ യുക്തിയോട് വലിയ തോതിൽ കൊടുക്കൽ വാങ്ങലുകളും വലിയ സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഘർഷങ്ങളിലൂടെയാണ് ഇപ്പോൾ സിഖുകാരെ പോലെയുള്ള മതവിഭാഗങ്ങൾ, മുസ്ലിങ്ങളെ പോലെയുള്ള മതവിഭാഗങ്ങൾ, ഈഴവരെ പോലെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളുടെ ലോജിക്കിനെ, യുക്തിയെ അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളവരെ പോലും, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു പറയാൻ കാരണം 1947 മുന്നിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ ഇന്ത്യയിലെ സമുദായങ്ങളുടെ രാഷ്ട്രീയത്തോട് വലിയ തോതിൽ സംവാദങ്ങൾ സാധ്യമാക്കിയ ഒരു സംവിധാനമായിരുന്നു. നമുക്കറിയാം, പാകിസ്ഥാൻ ഇഷ്യൂ വരുന്ന സമയത്ത്, പാകിസ്ഥാൻ വിഭജനം എന്ന് വരുന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട്, ഇന്ത്യയിലെ വിവിധ ദേശീയതകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ യുക്തി
പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദേശീയതയുടെ യുക്തി വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട്. ഇത് 1947 മുന്നിലുണ്ടായിരുന്ന സമുദായങ്ങളുടെ ഒരു യുക്തിക്കുണ്ടായിരുന്ന ഒരു പ്രാധാന്യമാണ്. ഈ പ്രാധാന്യത്തിൽ നിന്നാണ് പിന്നീട് 47 കഴിയുമ്പോൾ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളൊക്കെ അതിൽ നിന്ന് മാറുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ത്യയിലെ 47 മുന്നുണ്ടായിരുന്ന കാലം എന്ന് പറയുന്നത് വിവിധ സമുദായങ്ങളുടെ വിവിധ സമുദായങ്ങൾ അവരുടെ അധികാരങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്ന സമരങ്ങളാണ്. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വാക്കിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. വർഗീയത എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമുക്കറിയാം. എന്താണ് വർഗീയത? വളരെ പെട്ടെന്ന് നമുക്ക് വളരെ മോശമായൊരു വാക്കായിട്ടാണ് വർഗീയത നമുക്ക് മനസ്സിലാവുക. എന്നാൽ 30കളിലെ മാതൃഭൂമിയിലെ ഞങ്ങൾ പരിശോധിച്ച സമയത്ത് ഒരു വാക്ക് ഞങ്ങൾ കാണുകയുണ്ടായി. ഇന്ത്യയിലെ സമുദായങ്ങൾക്ക് വർഗീയ ഉത്കർഷേച്ഛ ഉണ്ടായിരിക്കണമെന്നാണ് മാതൃഭൂമി എഴുതുന്നത്. നാം പരിശോധിച്ചു എന്താണ് വർഗീയ ഉത്കർഷേച്ഛ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മടൽ വെട്ടി തെല്ലും അവര്. അതായത് നമുക്കൊരു വർഗീയ ഉത്കർഷേച്ഛ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ വർഗീയ ഉത്കർഷേച്ഛ എന്ന് പറയുന്നത് സമുദായങ്ങളുടെ താല്പര്യങ്ങൾ, സമുദായങ്ങളുടെ രാഷ്ട്രീയത്തിന് നാം നൽകുന്ന പ്രാധാന്യമാണ്. അപ്പോൾ അത്തരം സമുദായങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് ആ കാലഘട്ടത്തിലെ മാതൃഭൂമി പോലും ആലോചിച്ചിരുന്നു. ഇങ്ങനെയുള്ള വിവിധ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ പറയുന്നതിനെയാണ് ആ കാലഘട്ടത്തിൽ വർഗീയത എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പറയുമ്പോൾ, ദളിതർ അവരുടെ താല്പര്യങ്ങൾ പറയുമ്പോൾ, ഈഴവർ അവരുടെ താല്പര്യങ്ങൾ പറയുമ്പോൾ, വിവിധ സമുദായങ്ങൾ അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് വർഗീയത എന്ന് പറയുന്നത്. ഈ വാക്ക് 47 കൂടി ഈ വാക്കിനെ വളരെ പെട്ടെന്ന് വളരെ മോശപ്പെട്ട ഒരു വാക്കായിട്ട് വർഗീയത മാറുകയും, സമുദായങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ ഒരു മോശം കാര്യമായി മാറുന്നത്, സമുദായങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ ദേശീയതയ്ക്കെതിരായിട്ട് മാറുന്നത്, അതുപോലെ സമുദായങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ ജനതയ്ക്കെതിരായ ഒരു കാര്യമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത്, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് സവർണന്റെ സമുദായവാദമാണ്. അതായത് ഇന്ത്യയിൽ സമുദായവാദങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ എന്താ ഇന്ത്യൻ ദേശീയത? ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് സവർണന്റെ സമുദായവാദമാണ്. അപ്പോൾ മറ്റുള്ള സമുദായവാദമോ? അതാണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇന്ത്യയിൽ വർഗീയത എന്ന് പറയുന്ന ദേശീയവാദത്തിന്റെ ഒരു യുക്തി, ഇന്ത്യയിൽ വർഗീയത എന്ന് പറഞ്ഞ് പുറംതിരിച്ച് നിർത്തിയ ഒരു ജനതയുടെ, കീഴാളരായിട്ടുള്ള ജനതയുടെ, ദളിതരായിട്ടുള്ള ജനതയുടെ, പിന്നാക്കക്കാരുടെ, അതുപോലെ മുസ്ലിങ്ങളുടെ, വിവിധ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെയൊക്കെ സാമുദായിക താല്പര്യങ്ങളെ ദേശീയത ഒതുക്കി നിർത്തുകയും, അങ്ങനെ ഈ ഒതുക്കി നിർത്തിയ ദേശീയ താല്പര്യങ്ങൾക്കെതിരെയുള്ള സംഘർഷമായിട്ടാണ് കീഴാള രാഷ്ട്രീയം ഉയർന്നു വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കീഴാള രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായും ഒരു ദേശീയതയുടെ വിമർശനമാണ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ദേശീയതയുടെ വിമർശനം മുന്നോട്ട് വയ്ക്കുന്ന കീഴാള രാഷ്ട്രീയം പറഞ്ഞിരുന്ന സമുദായങ്ങൾക്ക്, നമുക്കറിയാം ഈഴവരുടെയൊക്കെ കാര്യം നോക്കി, ഒരു ഉദാഹരണം, ഞാൻ ഈഴവരുടെ കാര്യം പറയുന്നത് ഞാൻ കൂടുതൽ ഈഴവരെ കുറിച്ച് പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈഴവരുടെ കാര്യം നാം നോക്കുകയാണെങ്കിൽ, ഈഴവർക്കൊക്കെ 40കളിലും 50കളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരിക്കൽ എൻ്റെ ഒരു ബന്ധു എന്നെ ഉപദേശിച്ചു. 80 വയസ്സുള്ള ഒരു ബന്ധു, ഞാനിക്കൊരു 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എന്നെ ഉപദേശിച്ചു, നീ ഒരിക്കലും ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പാടില്ല. മൂപ്പർ എന്നോട് നൽകിയ ഉപദേശം, നീ ഏത് അമ്പലത്തിലാണ് പോകാറ്? ഞാൻ പറഞ്ഞു, ഞാൻ പല അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പാടില്ല. നിനക്കങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ നീ കുറുക്കഞ്ചേരി അമ്പലത്തിലേക്ക്, ഞാൻ തൃശ്ശൂരുള്ള ആളാണ്, നീ വേണമെങ്കിൽ കുറുക്കഞ്ചേരി അമ്പലത്തിൽ പോയിക്കോ, അല്ലെങ്കിൽ പെരിങ്ങോട്ടൂർ അമ്പലത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ 80 വയസ്സായ എൻ്റെ ബന്ധു എന്നെ ഉപദേശിക്കുന്നത്, നിന്റെ ദൈവശാസ്ത്രം കിടക്കുന്നത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലാണെന്നാണ് 80 വയസ്സായ എൻ്റെ ഒരു ബന്ധു ഏകദേശം 10-30 കൊല്ലം മുമ്പ് എന്നെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഈഴവ സമുദായത്തിന് ആ കാലഘട്ടത്തിൽ അവരുടേതായ ഒരു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു. ഇത് ഈഴവ സമുദായത്തിന്റെ കാര്യം മാത്രമല്ല, മറിച്ച് വിവിധ കീഴാള സമുദായങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ദൈവശാസ്ത്ര പദ്ധതി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശനം പോലെയുള്ള പല സംവിധാനങ്ങൾ, പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഒരു ഹൈന്ദവവൽക്കരണത്തിലേക്ക് ഈ ദൈവങ്ങളെ മുഴുവൻ ഹൈന്ദവരായി മാറ്റുകയോ, അല്ലെങ്കിൽ കീഴാളരുടേതായിട്ടുള്ള ദൈവശാസ്ത്ര സങ്കല്പങ്ങളെ ഹിന്ദു ദൈവശാസ്ത്ര സങ്കല്പങ്ങളുമായി യോജിക്കുകയും, ഈ യോജിപ്പിനിടയിലേക്ക് സമുദായങ്ങളുടെ രാഷ്ട്രീയം ഇല്ലാതാവുകയും ചെയ്തു. അപ്പം നമ്മൾ 2 കാര്യമാണ് കാണുന്നത്.
ഒന്ന്, ദേശീയത സമുദായങ്ങളെ തകർക്കുകയും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ദേശീയത സമുദായങ്ങളുടെ ദൈവശാസ്ത്ര പദ്ധതികളെ തകർക്കുകയും ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങളിലൂടെയാണ് സമുദായങ്ങൾക്ക് മുകളിൽ ദേശീയത അവരുടെ ആധിപത്യം സ്ഥാപിച്ചത്, അവരുടെ രാഷ്ട്രീയമായ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഒന്ന്, സമുദായങ്ങളുടെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നു, മറിച്ച് അവരുടെ ദൈവശാസ്ത്രത്തെ ഹൈന്ദവ ദൈവശാസ്ത്രത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഹൈന്ദവ ദൈവശാസ്ത്രത്തിലേക്ക് മാറുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. തങ്ങൾ ഹിന്ദുക്കളായെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്കറിയാം, ഹിന്ദുവിന്റെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന ഒരു സങ്കല്പം ആദ്യ കാലഘട്ടം മുതൽ തന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളുമായി ഒരു വിയോജിപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഹൈന്ദവത രൂപം കൊള്ളുന്നത്. ഹിന്ദു സങ്കല്പം രൂപം കൊള്ളുന്ന രാജാറാം മോഹൻ റായ് പോലെയുള്ള മുതലുള്ള ഒരു വലിയ കാലഘട്ടമുണ്ട്. അതിനുശേഷമാണ് ഹിന്ദു എന്ന സങ്കല്പം രൂപം കൊള്ളുന്നത്. പിൽക്കാലത്ത് നേരത്തെ എനിക്ക് മുന്നിൽ പ്രസംഗിച്ച പലരും പറഞ്ഞതുപോലെ നമ്മളുടെ സെൻസസ് റിപ്പോർട്ടുകളിലൂടെയും ഹിന്ദു രൂപം കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഹൈന്ദവത രൂപം കൊള്ളുകയും ഈ വിഭാഗങ്ങളെ മുഴുവൻ ഹൈന്ദവ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ രീതിയിൽ സമുദായങ്ങളുടെ താല്പര്യങ്ങളെ, കീഴാള രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങളെ ഇല്ലാതാവുകയും പകരം ദേശീയവാദ പദ്ധതികൾ ഈ സ്ഥാനം കയറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയ കാലത്ത് നാം ഉണ്ടാവുന്ന കാര്യം. അപ്പോൾ ഹൈന്ദവത ഇത് വരുന്നതോടുകൂടി തന്നെ നമുക്കറിയാം, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിനുള്ളിലൂടെയാണ് രൂപം കൊണ്ടത്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിനുള്ളിലൂടെ എങ്ങനെ ഹൈന്ദവ രൂപം കൊള്ളുന്നു എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ആ രീതിയിലാണ് ഹൈന്ദവ രൂപം കൊള്ളുന്നത്. ഈ ഹൈന്ദവതയിലേക്കാണ് ഈ പറയുന്ന കീഴാള രാഷ്ട്രീയത്തിൽ വിഭാഗങ്ങൾ കയറിക്കൂടുകയും അവർ അടിസ്ഥാനപരമായും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ഇന്ന് പിന്നാക്ക വിഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആളുകൾ മുസ്ലിം വിരുദ്ധരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളായുള്ള ക്രൈസ്തവർക്കിടയിൽ പോലും ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതൊരു പൂർണ്ണമായി അങ്ങനെ മാറിയെന്നോ ഭൂരിഭാഗം ആളുകളോ മാറിയെന്നോ ഞാൻ കരുതുന്നില്ല. മറിച്ച് ഒരു പ്രവണത അങ്ങനെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ പ്രവണതയുടെ കാരണവും ഈ ദൈവശാസ്ത്രം നഷ്ടപ്പെടുന്നതും സമുദായങ്ങളുടെ യുക്തി നഷ്ടപ്പെടുന്നതുമാണ്. ഇതിന്റെ ഭാഗമായിട്ട് അവർ മുസ്ലിം വിരുദ്ധർ കൂടിയായിട്ട് മാറുന്ന ഒരു പ്രവണത കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കീഴാള രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കീഴാള രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയതയുടെ ഒരു വിമർശനമായൊരു രാഷ്ട്രീയ പദ്ധതി രൂപം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കീഴാള സമുദായങ്ങൾ അവരുടേതായിട്ടുള്ള ദൈവശാസ്ത്ര പദ്ധതി കൂടി രൂപം കൊടുക്കുകയാണ് വേണ്ടത്. അതിനർത്ഥം ദൈവശാസ്ത്ര പദ്ധതി എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത് അതൊരു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളല്ല, മറിച്ച് അടിസ്ഥാനപരമായി നമുക്കറിയാം ദൈവശാസ്ത്രം അടിസ്ഥാനപരമായും അധികാരത്തിന്റെ ചോദ്യം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിന്റെ പ്രധാന പണി അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ മുസ്ലിങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങൾക്ക് അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ സൃഷ്ടിക്ക് മുന്നിൽ ഒരു മനുഷ്യ സൃഷ്ടിക്ക് മുന്നിലും ഒരു മനുഷ്യൻ തലകുനിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യനും തമ്മിലൊരു ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. ദൈവത്തിന്റെ മുന്നിൽ നാം കീഴാളത അനുഭവിക്കുമ്പോൾ അതിനർത്ഥം മറ്റു മനുഷ്യരുമായി നാം സമതല പാലിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഹൈന്ദവ ദൈവശാസ്ത്രം നോക്കിയിട്ട് ഹൈന്ദവ ദൈവശാസ്ത്രം പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരല്ലെന്നാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുന്നിൽ പോലും തുല്യരല്ലെന്നാണ് ഹൈന്ദവ ദൈവശാസ്ത്രം പറയുന്നത്. എന്നാൽ ഈഴവരുടെ ദൈവശാസ്ത്രം പറയുന്നത്, ശ്രീനാരായണഗുരുവിന്റെ ദൈവശാസ്ത്രം പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുന്നിൽ താഴെയാണെങ്കിലും എല്ലാ മനുഷ്യരും ജാതി കൊണ്ട് തുല്യരാണ്, അല്ലെങ്കിൽ അവർ പദവി കൊണ്ട് തുല്യരാണ്. അപ്പോൾ ദൈവശാസ്ത്ര സങ്കല്പം അടിസ്ഥാനപരമായും അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പമാണ്. അധികാരത്തോട് നിങ്ങളുടെ ബന്ധമാണ്, സഹജീവികളോട് നമ്മുടെ ബന്ധമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിരുദ്ധമായ ദൈവശാസ്ത്രവും ഹൈന്ദവ വിരുദ്ധമായ സാമുദായിക യുക്തിയും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ, ആർജിച്ചുകൊണ്ട് മാത്രമേ ഒരു കീഴാള രാഷ്ട്രീയത്തിന് ഇനി സാധ്യതയുള്ളൂ. അത്തരം രാഷ്ട്രീയം സ്ഥാപിക്കാനായിട്ട്, അത്തരം രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വി ടി രാജശേഖരനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ സമുദായങ്ങളുടെ രാഷ്ട്രീയം പറയുന്ന, നേരത്തെ പറഞ്ഞു സ്പെയിനെ തകർത്തത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ട് സ്പെയിനെ തകർക്കുന്നത്, അതുപോലെ അവരുടെ ദൈവശാസ്ത്രത്തെ, അവരുടെ കുടുംബഘടനയെ, അവരുടെ യുക്തിയെ, സമുദായ യുക്തിയൊക്കെ തകർക്കുന്ന ഇതിനെതിരെ ഒരു ഐക്യവേണ്ടി രൂപം കൊടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു അവസരത്തിൽ സംസാരിക്കുന്ന അവസരം തന്ന എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അഭിവാദ്യങ്ങൾ.